എന്തോ എമ്പുരാൻ ഇറങ്ങിയപ്പോൾ മുതൽ ഇവർക്കൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതിന്റെ ഭാഗമായി വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ ഉണ്ടായി. ഇപ്പോഴിതാ ചിത്രത്തിന് 24 കട്ടും വന്നു. ഈ കട്ട് ചിത്രത്തിന് ഒരു പ്രശ്നമായോ എന്ന് ചോദിച്ചാൽ ആയില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. എമ്പുരാൻ സിനിമയുടെ പുതിയ റീ എഡിറ്റ് പതിപ്പ് ആസ്വാദനത്തിനും ആശയത്തിനും ഒരു കോട്ടവും വരുത്തിയിട്ടില്ലെന്ന് നടനും സംവിധായകനുമായ മുസ്തഫ തന്നെ പറയുകയാണ്. ഗംഭീര മേക്കിംഗ് ആണ് സിനിമയുടേതെന്നും മലയാളികൾക്കും ഇന്ത്യ മുഴുവനുള്ളവർക്കും അഭിമാനിക്കാവുന്ന സിനിമയാണ് എമ്പുരാൻ എന്നും മുസ്തഫ കുറിക്കുന്നുണ്ട്. നിന്റെ പക നിന്റേതും മാത്രമല്ലാത്ത ഒരു കാലം വരും. ഇന്നാണ് കാണാൻ സാധിച്ചത്. കട്ടും മ്യൂട്ടും ആസ്വാദനത്തിനും ആശയത്തിനും ഒരു കോട്ടവും വരുത്തിയിട്ടില്ല. പൃഥ്വിരാജ് സുകുമാരൻ എന്തൊരു മേക്കിംഗ് ആണ് മാൻ. നിങ്ങൾക്കിതൊരു ചെറിയ സിനിമയാണ്. വരാനിരിക്കുന്ന വലിയ സിനിമകൾക്കായി കാത്തിരിക്കുന്നു. മുരളി ഗോപിയുടെ ഉഗ്രൻ തിരക്കഥ ആദ്യ ഭാഗം കാണാത്തവർക്ക് പോലും ആസ്വദിക്കാവുന്ന തരത്തിൽ ഒരുക്കിയിരിക്കുന്നു. മോഹൻലാൽ മാജിക്. മലയാളികൾക്കും കേരളത്തിനും ഇന്ത്യക്കും അഭിമാനിക്കാം. സാങ്കേതികപരമായി ഇത്രയും ബ്രില്യനായ ഒരു സിനിമ സമ്മാനിച്ചതിന് എല്ലാ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. മുസ്തഫയുടെ വാക്കുകൾ ഇതായിരുന്നു. കട്ടിന് ശേഷം വീണ്ടും കാണാൻ പോയ പ്രേക്ഷകരും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. റീ എഡിറ്റ് പതിപ്പ് ഇറങ്ങിയിട്ടും വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും കുറവില്ല എന്നാണ് ഇപ്പോഴും കാണാനാകുന്നത്. RSS മുഖപത്രമായ ഓർഗനൈസർ ആയിരുന്നു സിനിമയ്ക്കും പൃഥ്വിരാജിനും എതിരെ അതിരൂക്ഷമായി ആദ്യം രംഗത്ത് വന്നത്. തുടർച്ചയായി 3 റിപ്പോർട്ടുകൾ ആയിരുന്നു അവർ സിനിമയ്ക്കും പൃഥ്വിരാജിനും എതിരെ പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ റീ എഡിറ്റ് ചെയ്ത് പുതിയ പതിപ്പ് ഇറക്കിയതിന് ശേഷവും ഓർഗനൈസർ സിനിമയെയും പൃഥ്വിരാജിനെയും വെറുതെ വിടുന്നില്ല. റീ എഡിറ്റിംഗിന് ശേഷവും സിനിമ ദേശവിരുദ്ധമായി തുടരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. പൃഥ്വിരാജ് മുരളി ഗോപി നെക്സസിനെ കുറിച്ച് അന്വേഷിക്കണം എന്നും തലക്കെട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ തലമുറ ഈ സംഭവത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാറ്റ് GPT വരെ അന്വേഷിക്കുകയാണ് ഈ സംഭവങ്ങളെക്കുറിച്ച്. അതവർക്ക് അറിയാനൊരു അവസരവുമായി മാറിയ എമ്പുരാനെയാണ് ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തിയത്. പുതുതലമുറ പഠിക്കട്ടെ എന്നവർ പറയുന്നു. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും എതിർപ്പ് കാണിച്ച പാർട്ടിയിലെ അംഗങ്ങൾ ചിലർ എമ്പുരാന്റെ പ്രദർശനം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലെത്തിയതും ഒക്കെ നമ്മൾ കേട്ടിരുന്നു. എന്നാൽ കോടതി അതൊന്നും എടുത്തില്ല. പിന്നീട് പാർട്ടി തന്നെ ഈ പുള്ളിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവരുടെ അനുഭാവികൾ ഇനിയും നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടില്ല എന്ന് വിശ്വസിക്കുന്നു. സിനിമയും അമ്മയെയും കൊച്ചിനെയും വെറുതെ വിടുന്നതാണ് നല്ലത്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂ ആണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നതൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ കാണാനാകുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിന്നാലും എമ്പുരാന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഒരു മാറ്റവുമില്ലാതെ ഗംഭീര റൺ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൺട്രവേഴ്സിയൊക്കെ എമ്പുരാന് ഗുണം ചെയ്തു എന്ന് തന്നെയാണ് പറയാനുള്ളതും. ഇപ്പോഴും ചിത്രത്തിന് ഗംഭീര ബുക്കിംഗ് ആണ്. മണിക്കൂറുകളിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റ് ബുക്കിംഗുകൾ ബുക്ക് മൈ ഷോയിലൂടെ നമുക്ക് കാണാനാകും. കൂടാതെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിക്കുകയാണ് എമ്പുരാൻ എന്ന സിനിമ. ഏറ്റവും വേഗത്തിൽ കേരള ബോക്സ് ഓഫീസിൽ 60 കോടിയിലെത്തുന്ന സിനിമയായി എമ്പുരാൻ മാറിയിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുകയാണ്. വെറും 6 ദിവസം കൊണ്ടാണ് 60 കോടിയിൽ എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ തന്നെ മാറിയിരിക്കുന്നത്. ടോപ്പ് 10 കേരള ബോക്സ് ഓഫീസിന്റെ ലിസ്റ്റിലേക്ക് എമ്പുരാൻ അതിവേഗം എത്തുകയും ചെയ്തു. ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ എമ്പുരാന് ഇനി എത്ര വേണം? 2018 എന്ന ചിത്രമാണ് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു നിൽക്കുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 89.40 കോടി രൂപയാണ് 2018 എന്ന ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് നേടിയ കളക്ഷൻ. പുലിമുരുകൻ എന്ന ചിത്രത്തെയായിരുന്നു 2018 മറികടന്നത്. പുലിമുരുകൻ 85.10 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയത്. മൂന്നാമത് ആടുജീവിതം എത്തിയിരുന്നു 79.28 കോടി. നാലാമത് ആവേശം പുതിയതായി എത്തി 76.10 കോടി. 5 മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു 72.02 കോടി നേടി നിൽക്കുന്നത്. ആറാമത് ബാഹുബലി 2 ആണ് 72 കോടി രൂപ. ഏഴാമത് അജയന്റെ രണ്ടാം മോഷണം 68.75 കോടി രൂപയുമായി എത്തിയിരുന്നു. എട്ടാമത് KGF 2 ആണ് 68.50 കോടി. 9 ലൂസിഫർ 66.10 കോടിയാണ്. ഇപ്പോഴിതാ 10ാം സ്ഥാനത്തേക്ക് എമ്പുരാൻ എത്തിക്കഴിഞ്ഞു 63 കോടിയുമായി. ഇതിനു മുമ്പ് പ്രേമലു ആയിരുന്നു ഈ പൊസിഷനിൽ നിന്നിരുന്നത് 62.75 കോടി. പ്രേമലുവിനെ മറികടന്നാണ് എമ്പുരാൻ 10ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. അതും അതിവേഗം. വെറും 6 ദിവസം കൊണ്ടാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് എന്ന് ഓർക്കണം. എമ്പുരാൻ മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്ന് തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകൾ പോലും ഇപ്പോൾ കരുതപ്പെടുന്നത്. ഇങ്ങനെയുള്ള റണ്ണാണെങ്കിൽ എമ്പുരാന് വലിയ കളക്ഷൻ ഇനിയും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെ പറയുന്നു. കാരണം കഴിഞ്ഞ ദിവസം പോലും എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 8.30 കോടിക്ക് മുകളിലാണ്. ഏതാണ്ട് 2593 ഷോകൾ ട്രാക്ക് ചെയ്തുള്ള റിപ്പോർട്ടുകളാണ് ട്രാക്കർമാർ നൽകിയിരിക്കുന്നത്. അതും 76% ഒക്യുപ്പൻസിയിൽ. മോർണിംഗും മാറ്റ്നി ഷോസും കൂട്ടുമ്പോൾ 3.38 കോടിയും ഈവനിങ്ങും നൈറ്റ് ഷോയും കൂട്ടിയപ്പോൾ 4.90 കോടിയും കഴിഞ്ഞ ദിവസം നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ അവർ പറയുന്നുണ്ട്. കൂടാതെ ഇന്നേ ദിവസം അഡ്വാൻസ് സെയിൽ കൂടി അവർ പങ്കുവെക്കുകയുണ്ടായിരുന്നു. 3.50 കോടിയാണ് ഇന്നലെ തന്നെ അവർ 7ാം ദിവസത്തെ അഡ്വാൻസ് സെയിലിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോഴും ടിക്കറ്റ് ബുക്കിങ്ങിന് ഒരു കുറവുമില്ല. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ ലാസ്റ്റ് 1 മണിക്കൂറിൽ 7000-നടുത്ത് ടിക്കറ്റ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എമ്പുരാൻ. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ബുക്കിംഗ് കണക്ക് വെച്ച് നോക്കുമ്പോൾ 12:30 PM വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ട് എടുക്കുമ്പോൾ 7ാം ദിവസവും 4 കോടിക്കടുത്ത് ഇതുവരെ എമ്പുരാൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ എമ്പുരാന് ഓരോ ദിവസവും സ്പെഷ്യൽ നൈറ്റ് ഷോ നടക്കുന്നത് വലിയ വാർത്തകളായി മാറുന്നുണ്ട്. കാരണം എക്സ്ട്രാ ഷോകളാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 6ാം ദിവസവും അതും ഒരു വർക്കിംഗ് ഡേയിൽ 321 സ്പെഷ്യൽ നൈറ്റ് ഷോകളാണ് എമ്പുരാനായി നടന്നിരിക്കുന്നത്. ഇതൊക്കെ വളരെ കൗതുകത്തോടെയാണ് നമ്മുടെ മോളിവുഡ് കാണുന്നതും. കാരണം
കാരണം ഇങ്ങനെ ഒരു സിനാരിയോ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ തന്നെ ഉണ്ടായിട്ടില്ല. അത് തിയേറ്ററുകാരും സാക്ഷ്യപ്പെടുത്തുന്നു.